വല്ലാത്തൊരു ടൈമിംഗ് തന്നെയായിരുന്നു കേട്ടോ. എന്ത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ കഴിഞ്ഞ വർഷം ലഞ്ച് ബോക്സിൽ കണ്ട സമയം മുതൽ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ സമയം അടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആൻറ്റിയുടെ ലൈഫിൽ മാറിയിട്ടുണ്ട് അല്ലെ, അമ്മു ചേച്ചിയുടെ ലൈഫിൽ മാറിയിട്ടുണ്ട്, അബിയുടെ കാര്യത്തിൽ, പാപ്പുവിൻ്റെ കാര്യത്തിൽ. ഒരു വർഷം കഴിഞ്ഞു. അതെ, ഒരുപാട്. അപ്പം വിശേഷങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൻറ്റി മുന്നിൽ വന്ന്. തീർച്ചയായിട്ടും ഒരു വളരെ നല്ലൊരു ദിവസം തന്നെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻറ്റി. അപ്പോൾ പുതിയ സന്തോഷം. എങ്ങനെയുണ്ട് ആൻറ്റി എൻ്റെ പൂക്കളം? അടിപൊളിയായിട്ടുണ്ട്. പല തരത്തിലുള്ള പൂക്കളുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെ കാലത്ത്, അതായത് ഒരു 80കൾ അതിക്കൊക്കെ മുൻപ്, 64, 65 ആ ഒരു കേജിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത്തരം പൂക്കൾക്കല്ല ഇമ്പോർട്ടൻ്റ്. ഞങ്ങളെല്ലാവരും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അത്തം തുടങ്ങി, അത്തത്തിൻ്റെ തലേ ദിവസം തുടങ്ങി പൂക്കൾ പറിക്കാനായിട്ട് പോകും. ഒരു പൂത്തൊട്ടി ഇങ്ങനെ ചട്ടി ഉണ്ടാവും, കൊട്ട, അതും പിടിച്ചിട്ട് കുഞ്ഞു തോട്ടിയും പിടിച്ചിട്ട് കൊള്ളമേടും കാടും എല്ലാം ഞങ്ങൾ നടക്കും. നമ്മളിപ്പോൾ ഈ താമരയുടെ സ്ഥാനത്ത് ഒരു തുളസി കതിര വയ്ക്കുക, അതിന് ചുറ്റും അത് ചാണകത്തിൽ തുളസി കതിരി ചെയ്യുക, അതിന് ചുറ്റും തുമ്പപ്പൂടും പിന്നെ കാക്കാപ്പും, അങ്ങനെ പല കളറിലാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കാലത്ത്. കുറേ വിശേഷങ്ങൾ എനിക്ക് ഇനിയും അറിയാനുണ്ട്. നമുക്ക് കിച്ചണിൽ പോയി സംസാരിച്ചാലോ? പോവാം. എങ്ങനെയുണ്ട് ആൻറ്റി, എൻ്റെ കിച്ചൻ്റെ ഭംഗി കുറച്ച് കൂടിയിട്ടുണ്ടോ ഇപ്രാവശ്യം? അടിപൊളിയായിട്ടുണ്ട്. അന്നത്തേലും ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ആൻറ്റീനെ പോലത്തെ യൂട്യൂബേഴ്സ് ഇങ്ങനെ കിച്ചൻ്റെ കുറേ ടിപ്പും പാചകത്തിൻ്റെ കുറേ ടിപ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പം നമ്മൾ അതേപടി അനുസരിച്ചിട്ട് ചെയ്യണ കുറേ കാര്യങ്ങളാണ്. ഞങ്ങൾ സീനിയേഴ്സ് ഉള്ളത്. അതെ, സീനിയേഴ്സ് വേഴ്സസ് ജൂനിയർ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് ഓണം ഭക്ഷണം കൊണ്ട് ആഘോഷിക്കുന്ന ഈ ഷോയിലേക്ക്. ഓണരുചി മധുരം, co-branded by Texmark Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajkumari The Complete Shopping Center. ഇന്ന് എന്താണ് ആൻറ്റിയുടെ സ്പെഷ്യൽ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അമ്മയുടെ സ്വന്തം സാമ്പാറാണ്. എന്താണ് ആ സ്പെഷ്യൽ സാമ്പാറിന്റെ സ്പെഷ്യൽറ്റി? ഇത് ഞാൻ എല്ലാ വർഷവും സദ്യക്ക് ഈ സാമ്പാറേ ഉണ്ടാക്കുന്നു. ഓക്കെ. അതിലെത്തി ഞാൻ കഷ്ണമായിട്ട് മുരിങ്ങക്കോലും വെണ്ടക്കയും തക്കാളിയും മാത്രമേ ഉപയോഗിക്കൂ. 3 വെജിറ്റബിൾസ് മാത്രം, 3 വേറെ ഒന്നും ഇതിൽ ചേർക്കില്ല. ഓക്കെ. പിന്നെ പരിപ്പ് എന്ന് പറയുന്നത് നമ്മള് ഈ പായസപ്പരിപ്പില്ലേ, ചെറുപയറ്റും പരിപ്പ്, അതാണ് ഈ സാമ്പാറിന് അമ്മ ഉപയോഗിക്കുക. കണ്ടിട്ട് എനിക്ക് ഈസി ആണെന്നാണ് തോന്നുന്നത്, അധികം സമയം എടുക്കാത്ത പെട്ടെന്നാവും. ഒരേ ഒരു കാര്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. ഓക്കെ. എൻ്റെ ആഗ്രഹമാണ് സാമ്പാർ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേന്ന്. സത്യമായിട്ടും ഞാൻ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മുതൽ ആൻറ്റി സ്പെഷ്യൽ സാമ്പാർ ആയിരിക്കും എൻ്റെ വീട്ടിൽ. ഞാൻ അവിടെ ഇരുന്ന് കാണട്ടെ. ഓക്കെ. പരിപ്പ് നമ്മൾ ആദ്യം ഉള്ളിയും 2-3 ഉള്ളി, പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ട് ഒന്ന് വേവിച്ച് വെക്കും. നന്നായിട്ട് ഒന്ന് വേവ് ഇത്തിരി അധികം ആവണം. കാരണം നമ്മൾ വേറെ മറ്റുള്ള കഷ്ണങ്ങളില്ല, കൊഴുപ്പ് കിട്ടണം. അതായത് മത്തങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയുമ്പോൾ നമുക്ക് ആ കൊഴുപ്പ് സാമ്പാറിന് കൊഴുപ്പ് കിട്ടും. അപ്പൊ അതില്ലാത്ത സ്ഥിതിക്ക് ഈ പരിപ്പ് ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടണം. പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വാട്ടിയിടും. കണ്ടു പഠിച്ചോളൂ. നമ്മുടെ യൂടെൻസിൽസിന്റെ കുക്ക്വെയർ ആണ് ആന്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സെറാമിക്കിന്റെ അല്ലേ? അത് നമ്മളിപ്പോ ഉരുളി ആണെങ്കിലും ചട്ടി ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ ടെക്സ്ചറിൽ ഒട്ടും അടി പിടിക്കത്തില്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ എണ്ണയില്. ഇത് വാടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകരുത് മോളെ, അതുകൊണ്ടാണ്. ആദ്യം നമുക്ക് കുറച്ച് വേവ് കൂടുതലുള്ളത് മുരിങ്ങക്കായാണ്. അപ്പൊ അത് ആദ്യം വാട്ടിയെടുക്കാം. പാപ്പുവിന് സ്കൂളിലൊക്കെ സാമ്പാറൊക്കെ കൊടുത്തു വിടുവോ? അവൾക്ക് സ്നാക്സ് അവള് കൊണ്ടുപോയില്ല. ചോറ് അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല. എന്തെങ്കിലും എഗ് റൈസ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ചോറ് കൂട്ടി കൊണ്ടുപോകില്ല. അത് ഉച്ചയ്ക്ക് വന്നിട്ട് അവള് കഴിക്കും. അപ്പൊ സമാധാനത്തിൽ ചൂടോടെ എടുത്ത് കഴിക്കാം. അതെ, ചോറും നമുക്ക് വല്ല മുട്ടയൊക്കെ പൊരിച്ച് അത് ഇച്ചിരി നോൺ എന്തെങ്കിലും വേണം. അബിക്ക് എങ്ങനെയാ? അബി നോണിന്റെ ആളാണ്. അമൃത ഒരു വെജിറ്റേറിയനില് കുറച്ച് കഴിക്കും. അവള് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അവൾക്ക് ഈ സദ്യ കാര്യങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ്. പാപ്പുവിന്റെ യൂട്യൂബ് ചാനലിൽ പാപ്പു ഉണ്ടാക്കണതൊക്കെ എന്താണ്? ഈ പിള്ളേർക്കൊക്കെ എത്ര
സോസസ് ഉണ്ടല്ലേ ആൻറ്റി ഇതൊക്കെ പഠിച്ചെടുക്കാനും അതൊക്കെ കുറച്ച് നമ്മള് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക്. അവരെ കൊണ്ടുവരണം നമ്മള്. ഇതാ നോക്കുമോളെ, ഇത് ഒരുവിധം വാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മള് വെണ്ടയ്ക്ക നമ്മളെ ഈ സാമ്പാറിന് എടുക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് കഴിവതും ചെറിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വലിയതല്ലാത്ത ആ തലയും വാലും മാത്രം ഒന്ന് കട്ട് ചെയ്തിടണം. അപ്പൊ ഇത്രയും നീളത്തിൽ കിട്ടും. മുരിങ്ങക്കായും ഇതിപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അപ്പൊ അത് കാരണം അതെന്തുകൊണ്ടാണ് ആ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊറേ വാട്ടി നിക്കണ്ട, പെട്ടെന്നാവും. അതുകൊണ്ടാണ് ഇത്. നമ്മുടെ ഇതാ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒരുവിധം വാടി നന്നായിട്ട് എണ്ണയിൽ വാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടാൻ മറക്കരുത്. ഇനി ഇതിനകത്ത് കിടന്നിട്ട് തക്കാളി ഒന്ന് വാടിക്കോട്ടെ. ഞാൻ തീ കുറച്ചിടാം കേട്ടോ. നമ്മൾ സവാളയും ഉപയോഗിക്കുമല്ലേ അപ്പൊ ഇതിനകത്ത് ഈ സാമ്പാറില്? സാമ്പാറിന് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലേ? പറഞ്ഞു നന്നായി. ഞാൻ ആലോചിച്ചു നമ്മൾ തക്കാളി വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ സവാള എന്താണ് പോവാത്തത്? അല്ല, ഉള്ളി പരിപ്പിലിട്ടിട്ടുണ്ട്, എന്നാൽ ഇതിൽ നമ്മൾ ചേർക്കണം. എനിക്ക് തോന്നുന്നു നമ്മളൊരു 50% സാമ്പാർ ആയി മോളെ. ഇത് പെട്ടെന്ന് കഴിയും. പക്ഷെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല കുറുകി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കും. പുളിയൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഈ പുളി, മധുരം, ഉപ്പ്, ഈ സാധനങ്ങളെല്ലാം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കിയിട്ട് വേണം. ചിലരിങ്ങനെ ഒഴിച്ചു വെച്ചെന്ന് അത് അങ്ങനെ ഒഴിക്കും. അപ്പോൾ അത് കൂടിപ്പോയി. പിന്നെ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സൂത്രം ഇത് കണ്ടോ. ഇതാണ് അമ്മ സ്ഥിരം ഉപയോഗിക്കുന്ന ഈസ്റ്റേൺ തനി നാടൻ സാമ്പാർ പൗഡറാണ്. അപ്പൊ ഇത് മറക്കണ്ട, ഇതെടുക്കാം. ഇതിന് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി വേണം. ഇതെല്ലാം ഇതിനകത്ത് ചേരുവയുണ്ട്, എന്നാലും കുറച്ചുകൂടി നമ്മള് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തനാണ്. നമ്മുടെ ഈസ്റ്റേണിന്റെ തന്നെ മല്ലിപ്പൊടി, ഈസ്റ്റേണിന്റെ തന്നെ മുളക് പൊടി, എല്ലാനും അതന്നെ. സാമ്പാറിന് എനിക്ക് നിർബന്ധമാണ് നല്ല കളറ് വേണം, ചുവപ്പ് വേണം കേട്ടോ. അപ്പൊ കുറച്ച് മുളക് പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരിത്തിരി കൂടി ആയിക്കോട്ടെ. പിന്നെ ഇതും അങ്ങനെ തന്നെ ഇടാം കേട്ടോ, 1 ടേബിൾ സ്പൂണ്. നല്ല മണമാണ് ഇതിൽ, നല്ല ഉഴുന്ന് പരിപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ചേർത്താൻ പോകുന്നത് കുറച്ച് കായം പൊടി. കായം ഇല്ലാതെ നമുക്ക് സാമ്പാർ തനി നാടൻ സാമ്പാറിന്റെ മണം ഓൾറെഡി ഈ കിച്ചണിലും നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് 2 വേപ്പില ഇടണം കേട്ടോ. തിളച്ച വെള്ളം, ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം, കൂടി പോകരുത്. ഇത് അമ്മ ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ വേവിച്ച പരിപ്പ് വിത്ത് മുളകും സവാളയൊക്കെ ഇട്ടിട്ടുള്ളത് നോക്കി ഒഴിക്കാം കേട്ടോ മോളെ. നമ്മളിങ്ങനെ നോക്കണോട്ടോ ഇടയ്ക്ക് കഴിക്കുമ്പോൾ. ഇപ്പൊ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് പുളി കുറവാണ്. അപ്പൊ നമ്മള് കുറച്ച് പുളി ഒഴിച്ചു. ഇത് ആരുടെ റെസിപ്പിയാണ് ശരിക്കും? ഇത് എന്റെ അച്ഛന്റെ റെസിപ്പി. അച്ഛന്റെ റെസിപ്പി? അച്ഛൻ നല്ല കുക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ മക്കൾക്കും ആ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട്. അമ്മയും ഉണ്ടാക്കും. ഞാൻ പ്രസവിച്ചു കിടന്നപ്പോ എനിക്ക് ചൊട്ടലേഹ്യം ഉണ്ടാക്കി തന്നത് എന്റെ അച്ഛനാണ്. ആന്റി എത്ര മക്കളാണ്? 7 പെൺകുട്ടികൾ. 7 പെൺകുട്ടികളോ? ഞാൻ ഏഴാമത്തെ. പണ്ട് കാലത്ത് 10 ഒക്കെ കുട്ടികൾ കോമൺ ആണ്. അതെ, 18. അത് ഞങ്ങള് 7 കുറവാ. അത് വെച്ച് നോക്കുമ്പോ കുറവാണ്. തന്നെ ഞാൻ 7ാമത്തെ കുട്ടി ആവാൻ പറ്റി, ഇളയതാവാൻ പറ്റി. ഇപ്പൊ ഇതില് ഉപ്പ്, പുളി, എരിവ് എല്ലാം ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ 1 ടീസ്പൂണ് ശർക്കര പാനിയാണ് ഇതുള്ളത്. ഇച്ചിരി ശർക്കര ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് സുഗന്ധദ്രവ്യമായ
നമ്മുടെ മല്ലിയില. മല്ലിയില. ആൻറ്റി യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പൊ വൺ സ്വാഗ് ലൈൻസിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്. പ്രാക്ടീസ്. അതാണ് നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി താളിക്കല് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ മിസ്റ്റർ ഗോൾഡിനെ സൺഫ്ലവർ ഓയിൽ നമ്മളങ്ങ് താളിക്കാണ്. കുറച്ച് മതിയിട്ട മോളെ. ഓക്കെ. ഉലുവ, കടുക്, വറ്റൽമുളക്. വേപ്പിലയും ഇട്ട് കൊടുക്കട്ടോ മോളെ. വേപ്പിലയൊക്കെ നന്നായിട്ടൊക്കെ ഇട്ടോ. കറിക്കൊക്കെ ഒരു ഇത്തിരി ഭംഗിയുണ്ട്. അതെ, കടുക് ഇത്തിരി പൊട്ടാൻ താമസിച്ചു ഇട്ടുപോയി. അതിനൊക്കെയല്ലേ നമുക്ക് ട്രിക്ക് ഉള്ളത്. നമ്മളും കൂടി ചേർത്ത് വയ്ക്കുന്നു, പൊട്ടുന്നു, കഴിഞ്ഞു. ഇതാണ് അമ്മ പറഞ്ഞ സൂത്രം. നെയ്യ് ഇത് കുറച്ച് ലാസ്റ്റ് നമ്മൾ ഒഴിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അമ്മയോട് വിളിച്ചു പറയണം, ആന്റിയോട് പറയണം. എന്തായാലും ഞാൻ സീരിയസ് ആയിട്ടും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ആന്റി അറിയാം. കുറച്ചുകൂടി മല്ലിയിലൊക്കെ ചേർത്താട്ടോ. ഓക്കെ. ഹായ് വാ. അടിപൊളി. നല്ല കൊഴുപ്പുള്ള എന്തിന്റെ കൂടെയും പോകും. സത്യം പറയട്ടെ, ചോറിനെക്കാളും എനിക്കൊരു പൊറോട്ട കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ഇത് അതിനകത്തോട്ട് ഒഴിച്ച് ആ പൊറോട്ടയിൽ പൊറോട്ടയുടെ കോമ്പിനേഷൻ പറഞ്ഞത് നെയ്യ് ഒഴിച്ചത്. അതുകൊണ്ടാണല്ലേ ആ ഒരു സ്പെഷ്യൽ. ശരിക്കും നല്ല എന്തിന്റെ കൂടെ കുറച്ച് മല്ലിയിലേക്ക് കൂട്ടിയെടുത്തോളൂ. അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അടുത്ത സംഭവം എന്താണ്? എന്ത് പായസം ആന്റി? ഞാൻ ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നും ഈ പരിപ്പും പാലടയും ഗോതമ്പ് അതൊക്കെയാണ്. ഇന്ന് അമ്മ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴവും തുവരപ്പരിപ്പും വെച്ചിട്ട് ഒരു പായസം. തോരപ്പരിപ്പും ഏത്തപ്പഴവും കിടിലൻ. ശർക്കരപ്പാനിയിലാണ്. ശർക്കരപ്പാനിയില് തേങ്ങാപ്പാല് ചേർത്തിട്ട് അടിപൊളി ഒരു പായസം. ഓക്കെ. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പായസം എങ്ങനെയാണ് തുടങ്ങണേ? ഇത് ചെറുവയറ്റും പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് വേവിച്ച് അത് നമ്മളൊന്ന് പതുക്കെ ഉടച്ചു വെച്ചിരിക്കും. ഇത് നല്ലപോലെ ഉടച്ചിട്ടുണ്ട് അല്ലേ? നല്ലപോലെ ക്രീമി കൺസിസ്റ്റൻസി വരെ നമുക്ക് പരിപ്പാണ്, എന്നാലാണ് ടേസ്റ്റ് കറക്റ്റ് ആവുക അല്ലേ? ഇതിന്റെ കൂട്ടത്തിൽ പഴം, ഒരു പഴം 2 പഴം ആളനുസരിച്ചിട്ട് പഴം എടുത്തിട്ട് അത് പുഴുങ്ങിയിട്ട് അതിന്റെ നടുവിലെ കറുത്ത കുരുവില്ലേ അത് കളഞ്ഞിട്ട് ആ പഴം പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് അതും ഒന്ന് മിക്സിയിൽ അടിച്ചു വെക്കണം. ഇതേപോലെ അരച്ചു വെക്കണം. കുറച്ച് എത്ര ആളുണ്ടോ അത്ര അനുസരിച്ചിട്ട് പഴത്തിന്റെ എണ്ണവും പരിപ്പിന്റെ അളവും കൂട്ടും. പരിപ്പൊന്ന് നെയ്യിലൊന്ന് കുറച്ചൊന്ന് ഇതാക്കിയെടുക്കും. അല്ല, ഞാനിവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ നേന്ത്രപ്പഴം. അതല്ലാതെ എന്ത് പൈസ കുട്ടി. എടുക്കും. ഇതാണല്ലേ ലേല ഉദ്ദേശിച്ചത്. ലൈലക്ക് എന്നെ നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതെ അതെ, എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് നടനാണ് ലാലേട്ടാ. അപ്പൊ ഞാനോ ഇതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആന്റി. ശരിക്കുള്ള ലാലേട്ടിനെ കൊണ്ടുവന്ന് ആന്റിക്ക് ഒരു ഓണസമ്മാനം നൽകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇത് മതി, ഇത് ധാരാളം. നമ്മുടെ ലാലേട്ടൻ നല്ല തിരക്കല്ലേ. അതെ അതെ. അപ്പൊ നമ്മുടെ നേന്ത്രപ്പഴം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നല്ല പോലെ നെയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് ഇട്ടാ മതി അല്ലേ? ഓക്കെ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇത് ഒക്കെ നെയ്യിൽ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി പശുപാൽ അല്ല കേട്ടോ മോളെ, ഇത് നല്ല തേങ്ങാപ്പാലാണ്. ശർക്കര പായസത്തിന് തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. ഉളച്ച് അതൊന്ന് സെറ്റാക്കണം. ഇതാ നമ്മുടെ പരിപ്പും പഴവും
മിക്സായി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു പായസം കൂടിയായിരുന്നു. കാരണം പ്രോട്ടീൻ ഉണ്ട്, പഴത്തിന്റെ പ്രോട്ടീൻ റിച്ച് ആണ് ഇത് ശരിക്കും. പിന്നെ ഡൈജഷന്, ദഹനത്തിന് ചുക്കും ഏലക്കായും ഉണ്ട്. പെർഫെക്റ്റ് ആണ്. നമ്മൾ നല്ലൊരു സദ്യ ഉണ്ടായതിനു ശേഷം ഈ ഒരു പായസം കഴിച്ചാൽ കംപ്ലീറ്റ് ആണ്. ഇനി ഇത് വരുന്നുണ്ടല്ലോ, ഇത് ഒന്നാം പാലാണ്. ഒഴിച്ച് കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഒറ്റയടിക്കൊന്നും ഒഴിക്കരുത്, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടില്ല. നമുക്ക് മനസ്സിലാക്കി വേണം പോവാനല്ലേ. കുറച്ച് ചുക്കും കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് മതി. ചുക്ക് പൊടിയാണ് എപ്പോഴും നല്ലത്. കുറച്ച് ഏലക്ക. നമ്മുടെ ചട്ടിയും നെയ്യും ഒക്കെ ചൂടായിട്ട് ഞാനിപ്പോൾ നെയ്യ് കുറച്ചിങ്ങനെ ഒഴിക്കട്ടോ. അപ്പം അത് ആ ചൂടിൽ എന്നിട്ട് പിന്നെ നമുക്ക് കത്തിക്കാം. ഇതെല്ലാം അങ്ങോട്ട് ഇടുകയാണേ. ഈ ചട്ടി നല്ലതാട്ടോ. അതെ 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 അതെ. ഞാനിതിലേക്ക് കിസ്മിസ് ഇട്ടു. അതെ, പായസം റെഡിയായി കഴിഞ്ഞു. ഇതും ഒന്ന് ശില്പ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് അമ്മയുടെ സ്വന്തം റെസിപ്പി. പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്റെ വെറൈറ്റിക്ക് ഞാൻ അതിൽ പരിപ്പും ചേർക്കും. ശരിക്കും പരിപ്പ് മാത്രമായിട്ടും പഴം മാത്രമായിട്ടും അങ്ങനെയുണ്ട്. പക്ഷെ ഒരുമിച്ച് ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പായസം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. നോക്കണമോ? നല്ല ചൂടുണ്ടോ എൻ്റെ കൃഷ്ണ? ഓണസദ്യ വെടുപ്പ അവിടെ. നമ്മുടെ മൂങ് ദാൽ ഹലുവയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ഈ ചെറുപയറ് പരിപ്പിട്ടിട്ടുണ്ടാക്കുന്നത് അതിന് ഒരു ലെവൽഡ് അപ്പ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. അതാ നേന്ത്രപ്പഴം കൂടി വന്നപ്പോഴത്തേക്കും ഭയങ്കര കിടലായിട്ടാണ്. എനിക്ക് വേറൊരു ബോളിൽ ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിച്ചോ എടുത്തോ. ഇഷ്ടമായോ? സൂപ്പർ. ഈ ഓണത്തിന് ലേലാൻഡിയുടെ ഈ റെസിപ്പി ട്രൈ ചെയ്തേ മതിയാവുള്ളൂ. ഞാനും പറയണം, ഇത് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും.